ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഭക്തിപൂർവ്വം വണങ്ങുന്ന ഒന്നാണ് കരുണയുടെ ചിത്രം. കേവലം ഒരു കലാസൃഷ്ടി എന്നതിലുപരി യേശുക്രിസ്തു നേരിട്ട് നൽകിയ നിർദ്ദേശാനുസരണം വരയ്ക്കപ്പെട്ട ഈ ചിത്രത്തിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 1931 ഫെബ്രുവരി 22 പോളണ്ടിലെ പ്ലോക്ക് എന്ന സ്ഥലത്തെ കോൺവെന്റിൽ വെച്ചാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ആദ്യമായി ഈ ദർശനമുണ്ടാകുന്നത്. വെള്ളം വസ്ത്രം ധരിച്ച യേശുക്രിസ്തു തന്റെ ഒരു കൈ ഉയർത്തി അനുഗ്രഹിക്കുന്നതായും മറ്റു കൈ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതായും അവൾ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ചുവപ്പും വെളുപ്പും കലർന്ന 2 കിരണങ്ങൾ പുറപ്പെടുന്നുണ്ടായിരുന്നു. താൻ കാണുന്ന രൂപം അതേപടി വരയ്ക്കണമെന്നും അതിനു താഴെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, യേശുവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തണമെന്നും അന്ന് യേശു അവളോട് ആവശ്യപ്പെട്ടു. ഫൗസ്റ്റീനയ്ക്ക് ചിത്രം വരയ്ക്കാൻ അറിയില്ലായിരുന്നു. അതിനാൽ ഈശോ പറഞ്ഞതുപോലെ ഒരു ചിത്രം വരയ്ക്കാൻ ഒരു കലാകാരനെ കണ്ടെത്തണമായിരുന്നു. 1933 അവൾ വിൽനിയസിലേക്ക് മാറിയപ്പോൾ അവിടെ വെച്ച് തന്റെ ആത്മീയ ഉപദേശകനായ വാഴ്ത്തപ്പെട്ട ഫാദർ മൈക്കൽ സൊപ്പാക്കിയെ കണ്ടുമുട്ടി. അദ്ദേഹമാണ് ചിത്രം വരയ്ക്കാനായി യൂജിൻ കാസ്മിറോസ്കിയെ എന്ന ചിത്രകാരനെ ഏർപ്പാടാക്കിയത്. 1934 ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഫൗസ്റ്റീന ചിത്രകാരന്റെ അരികിൽ പോയി താൻ കണ്ട രൂപം വിവരിച്ചു കൊടുത്തു. ഓരോ ചെറിയ കാര്യവും യേശു കാണിച്ചു തന്നതുപോലെ തന്നെയാകണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ചിത്രം പൂർത്തിയായപ്പോൾ താൻ കണ്ട യേശുവിന്റെ സൗന്ദര്യം ചിത്രത്തിലില്ലെന്ന് പറഞ്ഞ് ഫൗസ്റ്റീന കരഞ്ഞു. അപ്പോൾ യേശു അവളോട് പറഞ്ഞു, ഈ ചിത്രത്തിന്റെ ചായക്കൂട്ടിലോ വരയിലോ അല്ല അതിന്റെ മഹത്വം ഇരിക്കുന്നത്, മറിച്ച് എന്റെ കാരുണ്യത്തിലാണ്. നമ്മൾ കാണുന്ന ഈശോയുടെ ചിത്രത്തിൽ ഈശോയുടെ കൈകളിൽ നിന്നും കിരണങ്ങൾ വരുന്നത് കാണാം. ഈ 2 കിരണങ്ങൾ ക്രൂശിതനായ യേശുവിന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് തുറക്കപ്പെട്ടപ്പോൾ പുറപ്പെട്ട രക്തത്തെയും ജലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വിളറിയ കിരണങ്ങൾ ആത്മാക്കളെ നീതിമാന്മാരാക്കുന്ന വെള്ളത്തെ സൂചിപ്പിക്കുന്നു. ചുവന്ന കിരണങ്ങൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെ സൂചിപ്പിക്കുന്നു. 1935 ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യ ഞായറാഴ്ച, അതായത് പുതുഞായറിന് വിൽനിയസിലെ ഡോൺ കേറ്റ് ദേവാലയത്തിൽ ഈ ചിത്രം ആദ്യമായി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചു. അന്ന് തന്നെയാണ് യേശു ആവശ്യപ്പെട്ടതുപോലെ കരുണയുടെ തിരുനാൾ ആദ്യമായി ആചരിക്കപ്പെട്ടതും. 2ാം ലോക മഹായുദ്ധ സമയത്തും അതിനുശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തും ഈ ചിത്രത്തിന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. സോവിയറ്റ് ഭരണകൂടം പള്ളികൾ അടച്ചുപൂട്ടിയപ്പോൾ വിശ്വാസികൾ ഈ ചിത്രം രഹസ്യമായി സൂക്ഷിച്ചു. വർഷങ്ങളോളം പല സ്ഥലങ്ങളിലായി മാറ്റിമാർപ്പിക്കപ്പെട്ട ഈ ചിത്രം ഒടുവിൽ വിൽനിയസിലെ ഷ്രൈൻ ഓഫ് ഡിവൈൻ മേഴ്സി എന്നറിയപ്പെടുന്ന കൊച്ചുപള്ളിയിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി ലോകമെമ്പാടും പ്രചരിച്ചതോടെ ഈ ചിത്രവും പ്രശസ്തമായി. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലുള്ള കത്തോലിക്ക ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഈ ചിത്രം കാണാൻ സാധിക്കും. അഡോൾഫ് ഹൈല വരച്ച മറ്റൊരു പതിപ്പും ഇന്ന് ലോകമെങ്ങും പ്രചാരത്തിലുണ്ട്. ഈശോയുടെ ദൈവകാരുണ്യത്തിന്റെ ഈ ചിത്രത്തെ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിലേക്കുള്ള ഒരു വാതിലായാണ് വിശ്വാസികൾ കാണുന്നത്. പാപികൾക്ക് പ്രത്യാശ നൽകുന്നതിനും ദൈവത്തിലുള്ള ശരണം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ ചിത്രം നൽകപ്പെട്ടതെന്ന് സഭ പഠിപ്പിക്കുന്നു.